ഇവിടെ ഭരണത്തിൽ വന്ന് 3 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് കസ്റ്റഡി മരണം വളരെ ഗൗരവപൂർണമായൊരു പ്രശ്നമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരികയാണ്. സിയാദ് എന്ന് പറയുന്ന 36 വയസ്സുകാരനോ ഡ്രൈവറെ കാര്യമായ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കുറ്റവാളിയല്ല എന്നെല്ലാവർക്കും അറിയുന്ന സന്ദർഭത്തിൽ ഒരു വ്യാജ പരാതിയെ തുടർന്ന് ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനത്തിൽ യഥാർത്ഥത്തിൽ പരാതിക്കാരി ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു വസ്തുത. പോലീസ് ഉദ്യോഗസ്ഥന്മാര് സിയാദിനെ പിടിച്ച് ജീപ്പിൽ കയറ്റിയപ്പോ സ്വാഭാവികമായും കുടുംബാംഗങ്ങളെല്ലാം പറഞ്ഞിരുന്നു, നിരപരാധിയാണ്, അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും കൊണ്ടുപോകേണ്ടതില്ല. കുട്ടികൾ 2 ചെറിയ കുട്ടികളാണ് ഒപ്പം ഉണ്ടായിരുന്നത്. അവരെല്ലാം വാവിട്ട് കരഞ്ഞിട്ടും പോലീസ് ക്രൂരമായിട്ട് സിയാദിനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് ലോക്കപ്പിന്റെ അകത്ത് മർദ്ദിച്ചോ എന്നുള്ളതിനെ പറ്റി അവരുടെ ഭാഷ്യം, ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് മർദ്ദിച്ചാൽ അവിടെ എല്ലാ കാര്യങ്ങളും കാണുന്ന ക്യാമറയുണ്ട്. വഴിക്ക് പറയുന്നുണ്ട് അവര്, ദൃക്സാക്ഷി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ജീപ്പിന്റെ അകത്ത് തന്നെയാണ് ഇവനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ലോക്കപ്പിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ്, ലോക്കപ്പിൽ എത്തുന്നതിന് മുമ്പ് വാരിയല് തകർക്കത്തക്ക രീതിയിൽ ആ ജീപ്പിന്റെ അകത്തിട്ടിട്ടാണ് മൃഗീയമായി മർദ്ദിച്ചത്. മൃഗീയ മർദ്ദനത്തെ തുടർന്ന് അദ്ദേഹത്തെ ലോക്കപ്പിലേക്ക്, അതിന്റെ ഭാഗമായിട്ടുള്ള മർദ്ദന സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല. ക്രൂരമായ മർദ്ദനമായിരുന്നു. ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്, താഴെ തലത്തിൽ നിന്നും മെഡിക്കൽ കോളേജ് വരെ. ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത്. വേറൊരു കാരണവും മരണത്തിനില്ല എന്നെല്ലാവർക്കും അറിയാം. ഗുണ്ട് സർട്ടിഫിക്കറ്റിൽ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വാരിയെല്ല് പൊട്ടിയിട്ടുണ്ട്. വാരിയെല്ല് പൊട്ടുകയും നട്ടെല്ലിന് ക്ഷതമേൽക്കുകയും അതിന്റെ ഭാഗമായിട്ട് മരണപ്പെടുകയും ചെയ്തു എന്ന് തന്നെയാണ് പൊതുവെയുള്ള ധാരണ. ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഗൗരവപൂർവം ഇതിന്റെ അപകടം സംബന്ധിച്ച് അല്ലെങ്കിൽ മരണകാരണം സംബന്ധിച്ച് അന്വേഷിക്കുകയോ എന്തെങ്കിലും തീരുമാനത്തിലെത്തുകയോ ചെയ്യുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും പോലീസിനെ സംരക്ഷിക്കാൻ രംഗത്തെത്തുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. വി. സതീശൻ ഗവൺമെന്റിന്റെ കാലത്തെ ഒരു കസ്റ്റഡി മരണത്തെ വെള്ളപൂശി രക്ഷപ്പെടാനാണ് അവർ ശ്രമിച്ചത്. 2 മന്ത്രിമാർ, മുഖ്യമന്ത്രിയും മന്ത്രിയും പറഞ്ഞത് മരണകാരണം മഞ്ഞപ്പിത്തമാണ് എന്ന്. സ്വാഭാവികമായിട്ടും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റാൽ അതിന്റെ രോഗലക്ഷണം എന്ന രീതിയിൽ പലതും പ്രകടിപ്പിക്കപ്പെടും. നട്ടെല്ലിന് ക്ഷതമേൽക്കുക, വാരിയെല്ല് തകരുക, അങ്ങനെയെല്ലാം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അതിന്റെ അനന്തര ഫലം എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കിപ്പോഴും പറയാൻ സാധിക്കുന്നില്ല. വിശദമായ അന്വേഷണം വേണം. അന്വേഷണത്തിന് മുൻപ് വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് അന്വേഷണം? ഇത് മഞ്ഞപ്പിത്തം കൊണ്ടാണ് മരിച്ചത് എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അന്വേഷണത്തിന്റെ കാര്യമില്ല. അപ്പൊ ആദ്യത്തെ പ്രതികരണം തന്നെ
പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കടുത്ത രാജ്യത്തെ ഏത് ജനതയും ശക്തിയായ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു പരാമർശമാണ് മുഖ്യമന്ത്രിയിൽ നിന്നും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തലയുടെ ഭാഗമായിട്ടും ഉണ്ടായത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്താതെ നമുക്ക് ഈ കേസ് അവസാനിപ്പിക്കാനാവുന്നതല്ല. അതിന്റെ വേറൊരു വിചിത്രമായ കാര്യം, ശക്തിയായ പ്രതിഷേധം വന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു. കുടുംബം കൃത്യമായിട്ട് ശക്തിയായിട്ട് പ്രതിഷേധിച്ചു. അവർ പൂർണ്ണമായി അന്വേഷണം വേണമെന്നുള്ള വാദം മുന്നോട്ടേക്ക് വെച്ചു. ആ സന്ദർഭത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നത്. മഞ്ഞപ്പിത്തത്തിനെതിരാണ് സസ്പെൻഷൻ. ഒരാൾ മഞ്ഞപ്പിത്തം കൊണ്ട് മരിച്ചു എന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പറഞ്ഞാൽ പിന്നെ എന്തിനാണ് സസ്പെൻഷൻ? അതും ഭാഗികമായിട്ട് ഒരാളെ. അപ്പോ കൃത്യമായ നിലപാട് സ്വീകരിക്കാനോ നടപടി സ്വീകരിക്കാനോ നിങ്ങൾ തയ്യാറില്ല. നിങ്ങൾ പറയുന്നത് കള്ളമാണ് എന്ന് നിങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. മഞ്ഞപ്പിത്തം കൊണ്ടാണ് മരിച്ചതെങ്കിൽ പിന്നെ സസ്പെൻഷന്റെ പ്രശ്നം വരുന്നില്ല. അപ്പോ കേരളത്തിൽ UDF ഗവൺമെന്റ് VD സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ കസ്റ്റഡി മരണമാണ്, പോലീസിന്റെ കസ്റ്റഡിയിൽ കിടക്കുമ്പോഴുള്ള മരണമാണ് യഥാർത്ഥത്തിൽ ഈ സിയാദിന്റെ മരണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതിനെപ്പറ്റി കൃത്യമായിട്ട് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഓഫീസ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റൂറൽ SP ഓഫീസിലേക്കുള്ള ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്.